എല്ലാവർക്കും സ്വാഗതം. രോഹിത്താണെങ്കിൽ എല്ലാവരോടും ദേഷ്യം കാണിക്കുകയാണല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ റൂമിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാടാ എല്ലാവരോടും ദേഷ്യം കാണിക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്യുന്നത്? നിന്നോട് ഇവിടെ ആർക്കും ഒരു ദേഷ്യവും ഇല്ല, പിണക്കവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രോഹിത്ത് ബാലചന്ദ്രൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്ന പോലും ഇല്ല കേട്ടോ. ബാലചന്ദ്രൻ ഇതെല്ലാം പറയുന്നത് കേട്ടിട്ടും ആ ബെഡിലേക്ക് തല താഴ്ത്തി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രോഹിത്തിൻ്റെ നെറ്റിയൊക്കെ മുറിയായിട്ടുണ്ട്. നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഏറെ കിട്ടിയോണ്ട് തന്നെ പിന്നീട് ശിവൻ ഗംഗാധരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വൈജയന്തി ഡിസ്ചാർജ് ആയിട്ട് വാടക വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഗംഗാധരൻ നമ്മളത് അനുവദിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രാജീവൻ വൈജയന്തിനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ശിവനോട് പറയുന്ന സമയത്ത് ഇതൊക്കെ നടക്കുമോ, വെറുതെ ബഹളം ഉണ്ടാക്കില്ല അല്ലാതെ വേറെ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ ശിവൻ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് കമലയാണെങ്കിലും ശിവൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. രോഹിത്തിനാണെങ്കിൽ പിന്നീട് നല്ല പനിയാണ് കേട്ടോ. അലീന ചെന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് രോഹിത്താണെങ്കിലും അലീനയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയാണ് കേട്ടോ, എന്നെ തൊട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് മനു വീട്ടിലേക്ക് വരുന്നുണ്ട്, കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിതയാണെങ്കിൽ അലീനയെ പറ്റി എന്തോ ഒരു കുനിഷ്ടം മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അവൾക്ക് നിങ്ങളോട് ആരോടും ഒരു വിദ്വേഷവും ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അലീനയെ സപ്പോർട്ട് ചെയ്ത് മനു പറയുന്നു കേട്ടോ. ബബിതയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. പിന്നീട് രോഹിത്തിന് നല്ല പനി ആയതുകൊണ്ട് തന്നെ അലീന നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തിട്ട് അവിടെ രോഹിത്തിൻ്റെ അരികിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിത്തിന് എന്തോ എല്ലാം കൂടെ ആയിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും, നല്ല പനിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്.